വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പ്രധാന ഉന്നം രാഹുൽ ഗാന്ധിയാണ്. രാഹുലിന്റെ പരാജയം മാത്രമാണിന്ന് സുരേന്ദ്രന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ വരവുകളല്ല. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മത മൗലികവാദികളെ പേടിച്ചിട്ടാണെന്ന് പറയുകയാണ് വയനാട് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. വയനാട്ടിലുള്ള രാമഭക്തർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ മാത്രം പോകാത്തതെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ മതേതരത്വം വൺ സൈഡ് അല്ലെങ്കിൽ അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുമെന്നാണ് കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞത്. മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും SDPI ഭയന്നാണ് രാഹുൽ അയോധ്യയിൽ പോകാത്തത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ 26 ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുമായിരിക്കുമെന്നും നേതാവ് പരിഹസിക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് സന്തോഷമാണ്. D രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. ഡൽഹിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാകുന്നത്? വിചിത്രമായ മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. പരിഹാസ്യമാണ് ഈ നിലപാട്. ഇന്ത്യ സഖ്യത്തെ ഇത്തരം നിലപാടുകൾ അപ്രസക്തമാക്കും. ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങളാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ദില്ലിയിൽ ഒരു നയവും കേരളത്തിൽ മറ്റൊരു നയവും ഉള്ളത്? എന്തുകൊണ്ടാണ് ഒരു പട്ടികവർഗക്കാരി രാഷ്ട്രപതിയാകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തത്? ദ്രൗപദി മുർമുവിനെ ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്കാർ പരിഹസിക്കുന്നത് എന്താണ്? പട്ടികവർഗക്കാർ 20% വരുന്ന മണ്ഡലത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത്? അഴിമതി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും എതിരായ ED അന്വേഷണത്തിൽ പ്രതിഷേധിച്ച് ഇവിടെ റാലി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ? കേജ്രിവാളിന് വേണ്ടി പ്രതിഷേധിച്ചതുപോലെ പിണറായി വിജയനും വീണയ്ക്കുമെതിരായി ED വന്നാൽ കോൺഗ്രസ് പ്രതികരിക്കുമോ? ഇങ്ങനെ പോകുന്നു സുരേന്ദ്രന്റെ ചോദ്യങ്ങൾ. അതേസമയം കരുവന്നൂരിൽ മാത്രമല്ല CPM-ന് എല്ലാ ജില്ലകളിലും രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നായി സുരേന്ദ്രന്റെ അടുത്ത ഉന്നം. നോട്ട് നിരോധന സമയത്ത് സമാഹരിച്ച പണമെല്ലാം അവർ സഹകരണ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചത്. നോട്ട് നിരോധന സമയത്ത് മുഖ്യമന്ത്രി സമരം ചെയ്തത് ഈ കള്ളപ്പണം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച കള്ളപ്പണം വീണ്ടെടുത്ത് പണം നഷ്ടമായവർക്ക് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കോൺഗ്രസ് CPM തീവെട്ടിക്കൊള്ളയ്ക്ക് ഇരയായവർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരും BJP-യും. വയനാട് ജില്ലയിൽ പുൽപ്പള്ളി സഹകരണ ബാങ്കിലും അഴിമതി നടന്നു. കോൺഗ്രസ് ആണ് ഇതിനു പിന്നിൽ. CPM-ഉം കോൺഗ്രസും നടത്തിയ സഹകരണ കൊള്ളയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും കെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞു. അതേസമയം വനം വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാശ്വത മാർഗങ്ങൾ വേണം. അതിനു മോദി സർക്കാർ വീണ്ടും വരണമെന്നാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞത്. വന്യജീവി പ്രശ്നത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടില്ല. മാറ്റം വയനാട്ടിൽ അനിവാര്യമാണ്. വയനാട്ടുകാരുടെ കൂടെ നിൽക്കുന്ന ഒരു MP-യാണ് ഇവിടെ വേണ്ടതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1 മാസം പോലും ഇല്ലെന്നിരിക്കെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേരിട്ട് പ്രചരണത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഏപ്രിൽ 3-ന് ഇവിടേക്ക് എത്തുന്ന രാഹുൽ അന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആവേശത്തിനിടയിലും വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയാവുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. 4 ബാങ്കുകളിലെ 11ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ കോൺഗ്രസ് പിന്നോട്ടു പോയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ അടുത്തൊരു പിരിവ് നടന്നതിനാൽ കേരളത്തിലെ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അടുത്ത പിരിവിന് പോകാൻ മടിയുണ്ട്. രാഹുലിനെ പോലെ ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്ന മണ്ഡലമായിട്ട് കൂടി അതിന്റെ പകിട്ടിനൊത്ത ഒരുക്കങ്ങൾ വയനാട്ടിൽ നടത്താൻ കഴിയാത്തത് ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. എങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെ നിസ്സഹായരാണ്. ആദായ നികുതി വകുപ്പിന്റെ പിടിയിൽ പെട്ടുഴലുന്ന പാർട്ടിക്ക് മറ്റു പോംവഴികൾ തേടേണ്ടി വരുമെന്ന് ചുരുക്കം. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ആനി രാജ പ്രചരണം ശക്തമാക്കുകയാണ്. വലിയ മത്സരം തന്നെ കാഴ്ചവെക്കാൻ ലക്ഷ്യമിട്ട് കെ സുരേന്ദ്രനും ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു പടി കൂടി മുകളിൽ നിൽക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ കഴിഞ്ഞ തവണത്തെ വമ്പൻ നേട്ടം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇനിയും ആവർത്തിക്കാൻ കഴിയൂ.